എന്റെ ദൈവമേ, 9:30 സമയം. ഇതുവരെ ഇവിടുത്തെ മരുമകൾക്ക് എഴുന്നേക്കാറായില്ല. എന്ത് ഉറക്കോ ഇത്? എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാ? നാണക്കേട്. ഉറങ്ങും അങ്ങോട്ട്, ഒരു പേടിയില്ല ആരെയും. അതല്ലേ ഇത്? അതായത് വെള്ളം കോരാൻ വന്ന പെണ്ണുങ്ങൾ വന്ന് ചോദിക്കുക, മരുമോൾ എണീറ്റില്ലേ ഇത്? ഞാൻ എണീറ്റ് ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. പുറത്ത് കണ്ടില്ലേ, നാട്ടുകാർ ഒരു അന്വേഷിച്ചു തുടങ്ങി. ഒന്ന് എണീക്കാൻ പറഞ്ഞേ, നീ അവളെ വിളിച്ചു തന്നിട്ട്. അമ്മ, അവള് വെറുതെ ഒന്നും അല്ല ഉറങ്ങണേ. ഇന്നലെ രാത്രി കുഞ്ഞു ഒട്ടും ഉറങ്ങിയിട്ടില്ല. എന്നാ കരച്ചിലായിരുന്നു. അവളെ കൊച്ചിനെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. ഞാനൊന്ന് എഴുന്നേറ്റ് ചെന്നായിരുന്നു. ചേച്ചി പോയി കിടന്നോളാം അവിടെ തന്നെ പറഞ്ഞു. അവളെ കുഞ്ഞിനെ കൊണ്ട് നടക്കുക. രാവിലെ ഒരു 6, 6:30 എങ്ങാണ്ട് ആയപ്പോഴാണ് അവനൊന്ന് ഉറങ്ങിയത്. അപ്പൊ അവള് ഉറങ്ങിപ്പോയി കാണും. അത് സാരമില്ല, അവൾ ഉറങ്ങട്ടെ. വേണ്ട, നീ എന്നെ പഠിപ്പിക്കാൻ വരരുത് കേട്ടോ. ഞാനും രണ്ടു പറ്റതാ. നിന്നെയും നിന്റെ അനിയനെയും ഞാൻ പ്രസവിച്ച് വളർത്തി തന്നെയാണ്. രാത്രി നിങ്ങളൊന്നും രാത്രി ഉറക്കത്തില്ലായിരുന്നു. രാത്രി കിടന്ന് പറഞ്ഞ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ഞാനേ നിങ്ങളെ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഇവിടുത്തെ പണി ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇതുപോലെ കിടന്നുറങ്ങുകയല്ലേ ചെയ്യണേ. രാവിലെ കുഞ്ഞ് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തള്ളയെ കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാ. ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞതൊക്കെ ശീലമാവും. നാളെ ഇവള് പോകും. ഇന്ന് 9:30, നാളെ 10:30, 12 കൂടി ആയാലും ഇവള് എണീക്കില്ല. എന്തിനായാലും അത് അനുവദിച്ചു കൊടുക്കണത് ശരിയാവില്ല. പിന്നെ പൊടിക്കുഞ്ഞുള്ള അമ്മമാര് കുറച്ച് ഉറക്കമൊക്കെ കുറയും. അത്ര ഉറങ്ങിയില്ലേലും കുഴപ്പമൊന്നുമില്ല. ചത്തൊന്നും പോകത്തില്ലല്ലോ. ഒരുമാതിരി പോയി വിളിക്കാൻ നോക്കി വെറുതെ എന്നെ പഠിപ്പിക്കാൻ വരാണ്ട്. എന്റെ അമ്മ ഈ പഴയ കാലത്ത് അമ്മായിമ്മമാരുടെ തൊട്ട് സംസാരിക്കില്ലേ? അവൾക്ക് ക്ഷീണം കാണും, അതുകൊണ്ടായിരിക്കും ഉറങ്ങണേ. അവൾ ഉറങ്ങട്ടെ, അതിനിപ്പോ എന്താ? വെറുതെ കിടന്ന് അമ്മ രാവിലത്തെ പണിയും കാര്യങ്ങളെല്ലാം ഞാനും കൂടെ കൂടി അമ്മയും ചെയ്തല്ലോ. ഇനിയിപ്പോ അവൾ എണീറ്റ് വന്നിങ്ങനെ അവളെ എണീറ്റ് കണ്ണു തുറന്ന് കണ്ട അമ്മയ്ക്ക് സമാധാനമാവോ? അമ്മ എന്തിനാ നാട്ടുകാരും വീട്ടുകാരൊക്കെ നോക്കാൻ നിൽക്കരുത്? വെറുതെ മിണ്ടായിരിക്കും. അവൾ ഉറങ്ങട്ടെ, പാവ ക്ഷീണം ഉണ്ടാവുന്നേ. എന്റെ പൊന്നോ, ലോകത്ത് എവിടെയും കാണില്ല ആങ്ങളമാരുടെ ഭാര്യമാരോട് ഇത്രയും സ്നേഹത്തോട് പെരുമാറുന്നത്. എല്ലാ വീടുകളിലും നാത്തും പോരാ. നിനക്കതില്ല. തന്നെ ഈ കിടന്ന് കാണിക്കുന്നത്. നീ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നേക്കുവാണോ? അവൾക്ക് പൈസ വല്ലതും തന്നിട്ടുണ്ടോ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ? എന്നാ സൂക്കടാന്ന് വെച്ചേ. ഇതൊക്കെ എപ്പോഴും കാണണം കേട്ടോ. എപ്പോഴും കാണണം. ആങ്ങളുടെ ഭാര്യനെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് കാണണം അമ്മയ്ക്ക് കേട്ടോ. ഇല്ല പൊന്ന കരയല്ലേ. അല്ല വർഷേ, ഇതിന്റെ പറ്റി കൊച്ചിന്ന് ഉറങ്ങിയില്ലേ? എന്റെ പൊന്നേച്ചി ഒന്നും പറയണ്ടെന്ന്. ഉറങ്ങുന്നില്ല. ഒരു നേരം നടക്കാൻ തുടങ്ങിയിട്ട് കിടക്കുന്നില്ല. കിടന്നാ അപ്പൊ കരയോ? ഇല്ല. എങ്ങനെ എടുത്തോണ്ട് കിടന്നാ പെട്ടുപോട്ടാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഉണ്ണിക്കുട്ടനെ ഫസ്റ്റത്തെ കുറച്ച് നാള് ഞാൻ അന്ന് ഈ ആദ്യമായിട്ട് കുഞ്ഞുണ്ടായതിൻ്റെ ഒരു ഇതില്ലേ, ആ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ ഞാൻ എപ്പോഴും എടുത്തോണ്ട് കിടക്കും. പിന്നെന്തായി, അവൻ കയ്യിലല്ലാണ്ട് ഇരിക്കില്ല. കിടക്കില്ല. കിടക്കുന്ന അപ്പം കറിയും. ഞാൻ പെട്ടെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയൊക്കെയാണ് ഞാൻ ആ ശീലം മാറ്റിയെടുത്ത. പക്ഷെ ഇത് ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും എടുത്തോണ്ട് നടക്കേണ്ടി വരും. ആരെങ്കിലൊക്കെ എടുത്തോണ്ട് നടക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടാ. കിടക്കന്നെ നല്ലത്. ചേച്ചി പറഞ്ഞ ശരിയാ. പക്ഷെ എനിക്ക് കിടത്തണമെന്ന് ആഗ്രഹമുണ്ട്. കൊച്ചു കിടക്കണ്ടേ? എനിക്കാണെങ്കിൽ നടന്നേ നടുവേരെടുക്കാണെങ്കിന്നേ ഇരിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിനെയും തന്നെ ഞാൻ കുറച്ചു നേരം എടുത്തോളം എടുക്കാം. ഇല്ലേ ചേച്ചി, അവർക്ക് ഉച്ചക്കൊക്കെ പോയി ചോറ് കൊടുക്കണ്ടല്ലേ? കുഴപ്പമില്ല. ഇല്ല, ഞാൻ എടുത്തോളാം. കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അമ്മയുണ്ട് അടുക്കളയിൽ. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉണ്ണിക്കുട്ടനും കുഞ്ഞുമോക്കും ചോറൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു പ്രശ്നമില്ല. നീ ആ കൊച്ചിനെയും തന്നെ അങ്ങനെ നീ കുറച്ചു നേരം ഇരിക്കേ. ഇങ്ങനെത്താ. ഇല്ല അമ്മയ്യ എന്റെ പൊന്നുമ്മ ഇല്ല കേട്ടോ. വരും. ഇത് കണ്ടോടി മോളെ, അവള് കൊണ്ടുവന്ന എല്ലാം ഒരുമാതിരി നരിന്താട്ടോ. ഊതിയ പറക്കുന്ന കൂട്ടി സ്വർണം മേടിച്ചോണ്ട് വന്നേക്കുന്നു. അവളുടെ വീട്ടുകാരെ ഒപ്പിച്ചു കൊടുത്തു വിട്ടതാ. നമ്മളൊക്കെ എന്ത് നല്ല സാധനം കൊടുത്തേ. 2 പവന്റെ അരഞ്ഞാണ് ഇവിടെ തന്നെ കൊടുത്തു. നീ ആണെങ്കിൽ എത്രയാ 1.5 പവന്റെ തളയും കൊടുത്തില്ലേ? എന്ത് നല്ല കനമുള്ളതാ. ഇതൊക്കെ ഒരുമാതിരി പിടിച്ച പൊട്ടുന്നുള്ള രീതിയിലുള്ള സ്വർണം. കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അയൽക്കാരൊക്കെ ഈ സ്വർണം കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് ചൂളിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് എന്നോട് പ്രത്യേകം ചോദിച്ചു, മരുമകളുടെ വീട്ടുകാർ തന്നെയായിരിക്കുമല്ലേ ഈ സ്വർണം എന്ന്. ഒട്ടും കനമില്ലല്ലോ. ഒരുമാതിരി പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നേ. ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊടുത്തുകൂടും. ഒരു മകളുടെ ആദ്യത്തെ പ്രസവമല്ലേ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമല്ലേ? നാണം കെട്ടവര്. എൻ്റെ അമ്മ ഇങ്ങനെ സംസാരിക്കണത് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേനെ. എൻ്റെ അമ്മ അവരുടെ സാമ്പത്തിക ശേഷി വെച്ചിട്ട് അവരിതെങ്കിലും തന്നല്ലോ. ഇപ്പൊ തീ പിടിച്ച് നിൽക്കണ വിലയാ സ്വർണത്തിന്. അത് വെച്ച് അവരിതെങ്കിലും തന്നല്ലോ എന്ന് സന്തോഷിക്കുക. അല്ലാണ്ട് അമ്മ വെറുതെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ നിന്നാൽ അതിനേ നേരം കാണൂ. എല്ലാത്തിനും അമ്മയുടെ പണി ഇപ്പൊ ഇതാ. എങ്ങനെ അമ്മയ്ക്ക് പറ്റണേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ?
ശ്ശെ, അമ്മ പഴയ കാര്യങ്ങളൊക്കെ മറന്നാണോ അമ്മ ജീവിക്കണത്? എന്റെ ആദ്യത്തെ പ്രസവത്തിന് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് തന്നു വിടാൻ ഒരു തരി സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. എന്തോരം കഷ്ടപ്പെട്ടൊന്നും എനിക്കറിയാം. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് എങ്ങനെയാ അമ്മേ സ്വർണ്ണം, അത് എന്തോ ഒരു നരുന്ത് പോലത്തെ സാധനമാണ് എനിക്ക് അന്ന് ആദ്യത്തെ പ്രസവത്തിന് പൈസ ഇല്ലാത്തോണ്ട് തന്നു വിട്ടത്. അമ്മ അതൊക്കെ മറന്നോ? ഇത്ര പെട്ടെന്ന് അമ്മ അതൊക്കെ മറന്നു പോണേ? നമ്മൾ ഇതേപോലത്തെ സാഹചര്യത്തോടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഒരു മകളെ പ്രസവിച്ച് എണീപ്പിച്ച് വിടുമ്പോൾ അവൾ അത്രയും നാൾ നിന്നതിന്റെ പിന്നെ ആശുപത്രി ചെലവ് പല കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് വെച്ച് അവർ ഇത്രയും നന്നായി ചെയ്തു. കിട്ടിയൊരു സന്തോഷിക്കണേന് പകരം വെറുതെ കടന്നു പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അമ്മ ഇങ്ങനെ? കാര്യം ശരിയാ, ഇപ്പൊ നമ്മുടെ സാമ്പത്തിക ശേഷി കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പഴയ കാര്യങ്ങളൊന്നും മറന്ന് ജീവിക്കരുത്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കണതിന് മുമ്പ് നമ്മുടെ അവസ്ഥ ചിന്തിച്ചാൽ കൊള്ളാം. അയ്യോ, കുഞ്ഞെണീറ്റോ? ഇല്ല, കൊച്ചെണീറ്റില്ല. ഞാൻ വെറുതെ വന്നിരുന്നേ ഉള്ളൂ. ദാ, ഞാൻ നിനക്കിത് കൊണ്ടുതരാൻ വന്നയാ. 3 എണ്ണം ഉണ്ട്, 3 ഫീഡിങ് കുർത്തികളാ. കുഞ്ഞുമോളെ പ്രസവിച്ച സമയത്ത് എനിക്ക് ചേട്ടൻ മേടിച്ചു തന്നെയാ. 8 എണ്ണം മേടിച്ചു തന്നു. അതിലെല്ലാം ഒന്നും ഞാൻ ഇട്ടില്ല. 2-3 ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ഈ പ്രാവശ്യം വരണ സമയത്ത് നിനക്കൊക്കെ കൊണ്ടു തരാന്ന്. അയ്യോ, എന്തൊന്നും വേണ്ട ചേച്ചി, എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എടി, എനിക്കിനി എന്തിനാ ഈ ഫീഡിങ് കുർത്തിയൊക്കെ? ഞാൻ കുഞ്ഞുമോളുടെ പ്രസവത്തോടെ കൂടെ പ്രസവം നിർത്തിയതാണ്. പിന്നെ എനിക്ക് എന്തിനാണ് ഈ ഫീഡിങ് കുർത്തിയൊക്കെ? ഇതൊക്കെ അവിടെ വെറുതെ ഇരുന്ന് പോവുള്ളൂ. എന്തിനാ നശിപ്പിക്കണത്? നിനക്കിടാലോ, സുഖമായിട്ട് ഇട്ട് കൊടുക്ക. നല്ല തുണിയാ, നീ ഇട്ടു. എന്നാ പിടിച്ചേ, വേണേ ഒന്ന് കഴുകിക്കോട്ടാ. വാഷിംഗ് മെഷീനിലേ ഒന്ന് കഴുകിയിട്ട് ഇട്ടാ മതി. എന്തായാലും കൊച്ചുറങ്ങല്ലേ, നീ ഇത്ര നേരം കിടന്നോ. രാത്രിയൊന്നും ഉറങ്ങാത്തതല്ലേ, ക്ഷീണം കാണും. നീ കിടന്നോ. അയ്യോ, ഞാൻ കുഞ്ഞിൻ്റെ കൂടെ കിടന്നാൽ ശരിയാവത്തില്ല ചേച്ചി. രാവിലെ എഴുന്നേറ്റ് തൊട്ട് കുഞ്ഞിൻ്റെ പുറകെ കിടക്കുക, രാവിലെ എണീറ്റത് വൈകി, എല്ലാം കൂടെ അമ്മയ്ക്ക് ദേഷ്യമുണ്ടാവും. അടുക്കളയിൽ ഒന്നും അമ്മയോട് സഹായിച്ചില്ലല്ലോ. ഞാൻ അടുക്കളയ്ക്ക് വരുമായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, അടുക്കളക്കാരിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. കുഞ്ഞു എണീറ്റ് കഴിഞ്ഞാൽ നിനക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. കുഞ്ഞു ഇറങ്ങുന്ന സമയത്തേ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാക്കി ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ, അവിടെ ഒരു കുഴപ്പമില്ല. നീ കുറച്ചു നേരം കിടന്നോ, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. ഞാൻ അടുക്കളയിൽ പൊക്കോളാം കേട്ടോ. നല്ലതാന്ത്രം ഗ്ലാസ് പൊളിച്ചിട്ട് അവള് നിക്കുന്നത്. എന്ത് പണിയാ അടിച്ചത്? എന്ത് ശ്രദ്ധയും കൊണ്ടാ നിക്കുന്നേ? ഒരു ഗ്ലാസ് താഴെ വീട് പൊട്ടുവോ ബോധമൊന്നുമില്ലേ? 5-6 ഗ്ലാസ്സേ ഉള്ളൂ. മനുഷ്യനെ എടുത്തു വെച്ചല്ലോ. ഭൂതം പൊല്ലാക്കുന്ന തൊട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കില്ലേ? അത് നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ഇറങ്ങിക്കോളും. ഇതൊരു കഷ്ടം നോകളെ. എന്താ അമ്മ, എന്തു പറ്റി? നീ കണ്ടില്ലടി ഈ ഗ്ലാസ് വീട് പൊട്ടി കിടക്കണത്? നിന്നെ നാത്തും ചെയ്യുന്ന പരിപാടിയാ. വെറുതെ ഒരു ഗ്ലാസ് എടുത്ത് മര്യാദയ്ക്ക് ആ സ്റ്റാൻഡിലോട്ട് എടുത്ത് വെക്കണേന് വരെ അതെടുത്ത് തട്ടി പൊളിച്ചു വെച്ചേക്കുന്നത്. ഞാനേ എന്തു സൂക്ഷിച്ചാന്നറിയോ ഓരോ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്? അത് പൊട്ടാതിരിക്കാൻ അവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് സൂക്ഷിച്ചാ കൊണ്ട് നടക്കുന്നത്. ഇതുപോലെ പൊട്ടിച്ചിട്ടേക്കും അല്ല. ഇവളെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റുമോ ഇത്? ഞാൻ തന്നെ ഇനി വൃത്തിയാക്കണ്ടേ? നോക്കി കണ്ട് ചെയ്തുകൂടെ ഇതൊക്കെ? മനുഷ്യ സൂക്ഷിച്ചു വെച്ചേക്കണ ഓരോന്നൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഓരോന്നുകൾ വന്നേക്കണു. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന എന്നാ അറിയാണ്ട് എന്റെ ഇത് വീട് പൊട്ടിപ്പോയെന്നാ. ഒന്ന് മനസ്സിലാക്ക്. കുഞ്ഞു കാര്യം ഞാൻ കുറച്ചായിട്ട് ഒന്ന് ശരിയാക്കി വൃത്തിയാക്കിക്കോളാം. അമ്മ അത് വേണ്ടി കഷ്ടപ്പെടണ്ടോ? കേട്ടോടി, അവള് പറഞ്ഞു പോയത് കേട്ടോ നീ? നീ എല്ലാരും നിന്റെ ആങ്ങളുടെ ഭാര്യ വലിയ സപ്പോർട്ടായിരുന്നല്ലോ. അവളുടെ അഹങ്കാരം പിടിച്ച് വർത്താനം കേട്ടോ. ഇതാ എല്ലാം അനുവദിച്ചു കൊടുത്തിട്ടാ. നോക്കി, അവൾ എന്നോട് പറഞ്ഞിട്ട് പോകാൻ പറ്റിയ വർത്താനാണോ പറഞ്ഞത്? എൻ്റെ അമ്മ, അവള് പ്രസവിച്ചിട്ട് ആ കൂടി 2 മാസമായിട്ടുള്ളൂ. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ടമ്മേ. അവൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട്. എനിക്കത് നല്ല രീതിയിൽ തോന്നിയത്. അവളെ കണ്ടറിയാം. പണ്ടത്തെ വർഷമാണ് അമ്മ അത്. ഒരു ചിരിയില്ല, കളിയില്ല, ഒരു വർത്താനവും ഇല്ല. എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്ന ആ കുഞ്ഞിനെ നോക്കുക. കുഞ്ഞിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. കുഞ്ഞിനാണ് ഒടുക്കത്തെ വാശിയാണ് അവന്. രാത്രിയോടെ ഉറങ്ങുന്നില്ല. അവൾ ഒറ്റയ്ക്കല്ല, എന്തെങ്കിലും സഹായത്തിന് നമ്മൾ ചെല്ലുന്നുണ്ടോ? അവള് കുഞ്ഞിനെ നോക്കുന്നു, കുളിപ്പിക്കുന്നു, ഉറക്കുന്നു, എല്ലാം അവള് തന്നെയല്ലേ അമ്മേ ചെയ്യുന്നേ. എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമ്മൾ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് അവൾ നല്ല ടയേർഡാണ്. അപ്പൊ പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതൊരു വൃത്തിയായിട്ടൊരു അവസ്ഥയമ്മേ. ഞാനിത് അനുഭവിച്ചോണ്ടാ പറയുന്നത്. എൻ്റെ 2 പ്രസവത്തിൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചേട്ടനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് കുഞ്ഞിനെ മാറിയെടുക്കാൻ പോലും എനിക്ക് ആളുണ്ടായിരുന്നില്ല. ഞാൻ എന്തോരം വേദനിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയോ? ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കൊച്ചിനോട് ദേഷ്യം തോന്നും, എന്തിനു പ്രസവിച്ചു എന്ന് വരെ തോന്നിപ്പോവും. അങ്ങനെ ഒരു വൃത്തികെട്ട അവസ്ഥയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാ ചെയ്തു പോകുന്നത്? നമ്മൾ നോർമൽ ആയിരിക്കില്ല ഒരിക്കലും എന്നും പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്താന്നല്ല അർത്ഥം. ഇനി അമ്മ അത് പറഞ്ഞുണ്ടാക്കരുത്. അവൾക്ക് കുറേ ടയേർഡാണ്. അവൾ രാത്രി ഉറങ്ങാത്തതിൻ്റെയും മര്യാദയ്ക്ക് ഒരു പ്രോപ്പർ റുട്ടീൻ പോലും ഇല്ല അവളുടെ ലൈഫിലിപ്പോൾ. അത് അമ്മ മനസ്സിലാക്ക്. എൻ്റെ സമയത്ത് എന്നെ ഒന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റി എനിക്ക് ചേട്ടൻ്റെ വീട്ടിൽ ഒരാളുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് അനുഭവിച്ചതുകൊണ്ട് വേറൊരാൾക്ക് അത് ഉണ്ടാകുമ്പോൾ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ ദേഷ്യപ്പെടുന്നതിന് പകരം പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ പോട്ടെ, കഴിഞ്ഞ കാര്യം ഗ്ലാസ് പൊട്ടിയ കാര്യം നമുക്ക് എന്തായാലും ഇത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല.
അവളെ 2 ചീത്ത പറഞ്ഞ ആ ക്ലാസ് തന്നെ കൂട്ടിച്ചേർന്നിരിക്കുവോ? പോയത് പോയി, പോട്ടെ. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്ക്. അമ്മ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. വെറുതെ ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ സ്നേഹത്തോടൊക്കെ ഒന്ന് സംസാരിച്ച് അവളുടെ ഇപ്പൊ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അമ്മ സംസാരിക്കേ. ശ്ശെ, എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എന്തിനാണമ്മ? ശ്ശെ.